ഹലോ. ആ ആൻറ്റി, കാർത്തോടെ ഉണ്ടോ? ഒന്ന് കൊടുക്കോ. ആൻറ്റി കാർത്തു എന്താ ചെയ്യണേ? നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് ഇവിടെ വരുമോ? ആ പെട്ടെന്ന്, ബോറടിക്കുന്നു. പെട്ടെന്നോ. എന്താടി ഒരു ക്ഷീണം? പുതിയ കോച്ച് എന്നെ ഒന്ന് കൊന്നടി. കൈ ഒന്ന് അനക്കാൻ വയ്യ. ഓഹോ, നീ എന്താ ഫോണില്? അല്ല ഫോണ് അത് കാർത്തും കണ്ണനൊക്കെ ഇപ്പൊ വരുമെന്ന് പറഞ്ഞു. ഇതാര് മുകുന്റെ കൂടെ? ഇതാര്? നീയല്ല ഇത്. അത് സാറ് പറഞ്ഞു തോട്ടപ്പണിക്ക് ആള് വേണം, ഞാൻ കൊണ്ടുവന്നതാ. സാറിനെ വിളിക്ക്. വിളിക്കാം. സാറേ, അയ്യ അച്ഛാ. എടാ മുകിലേ, നീ എവിടെയാണ്? 2 ദിവസം കണ്ടില്ലല്ലോ നിന്നെ. അത് വേറെ പണി ഉണ്ടായിരുന്നു എനിക്ക്. എന്താണ് പിന്നെ ഇതാര്? ഇത് സാറ് പറഞ്ഞു തോട്ടപ്പണിക്ക് ആള് വേണം, ഞാൻ കൊണ്ടുവന്നാ. നിനക്ക് അറിയാമോളെ? അറിയാമോ? എന്റെ അച്ഛനാ. എനക്കും അറിയാം, എന്റെ മോനാണ്. ശരി, നമസ്കാരം. നമസ്കാരം. ഇവിടെ ഇല്ലായിരുന്നോ? എന്തോ ഞാൻ കുറെ നാൾ ഇവിടെ ഇല്ലായിരുന്നു സാർ. ഞാൻ ഒരു സേട്ടന്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കായിരുന്നു. എവിടെ എപ്പോഴും സാറിന്റെ കാര്യം പറഞ്ഞു. ഇവിടെ ഒരു കിളങ്ങനുണ്ട്, കിളങ്ങുണ്ട്. ഇതല്ലേ കിളങ്ങനല്ലേ തോട്ടപ്പണിക്ക്? കിളങ്ങ് കൃഷി കൃഷി ഉള്ളക്കിളങ്ങ്, ഉള്ളക്കിളങ്ങ് അതല്ലേ ബെട്ട? തന്നെ. നമസ്കാരം. പണിയൊക്കെ അറിയാലല്ലേ? എന്തോ എല്ലാ പണിയും ഞാൻ ചെയ്യും സാർ. തോട്ടപ്പണിയൊക്കെ എല്ലാ പണിയും അറിയാം. വലിയ തോട്ടമൊന്നുമില്ല, ഈ കാണുന്ന ചെടികളൊക്കെയാണ്, പക്ഷെ എല്ലാം വിലപിടിപ്പുള്ള ചെടികളാണ്. അവള് എന്റെ ഭാര്യയെ അവളുടെ വീട്ടിൽ നിന്ന് ആങ്ങളെ അടുത്ത് പറഞ്ഞു കൊണ്ടുവന്നിട്ടുള്ള ചെടികളാണ്. ഇതൊക്കെ നല്ല കാര്യമായിട്ട് നോക്കണം. ഞാൻ ഇന്നലെ സേട്ടന്റെ വീട്ടിൽ അമേരിക്കയിൽ നിന്ന് വരെ കൊണ്ടുവന്ന ചെടിയിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് പ്രശ്നമില്ല. അങ്ങനെ വിശ്വസിക്കാമോ? വിശ്വസിക്കാമോ? 2 റേഷൻ കാർഡുള്ള പുള്ളിയാ എന്റെ അച്ഛന്. ഒന്ന് ബംഗാൾ, ഒന്ന് കേരളത്തിൽ. ഞാനന്ന് കിറ്റ് കൊണ്ട് തന്നെ ഓർമ്മ. അത് പുള്ളി തന്നതാ. അയ്യോ, അത് എനിക്ക് കിട്ടിയ കിട്ടാണ്. അത് എനിക്ക് മുഖ്യമന്ത്രി തന്ന കിട്ടാണ്. അത് അച്ഛൻ എനിക്ക് തന്നതാ, ഞാൻ കൊണ്ട് തന്നെ. ഈ 2ാമത് നിൽക്കുന്ന കുട്ടിക്ക് എന്തെങ്കിലും അസുഖമുണ്ട്? ചുമ്മാ കുണിയാണ്. അതൊന്ന് സാർ, ഈ ജോലിക്ക് സാറ് പറയുന്ന എന്ത് ജോലി ഞാൻ ചെയ്തോളാം. ശമ്പളം എത്ര കിട്ടി സാർ? സഹായം അല്ലേ? അപ്പൊ സഹായിക്കുന്നതിന് ശമ്പളം എത്ര കിട്ടുമെന്നാണ് ചോദിച്ചത്. ബംഗാളികളുടെ പ്രശ്നം ഇതാണ്. വന്ന് കുനിഞ്ഞു നിവർന്നു കഴിഞ്ഞാൽ ഉടനെ പൈസ കൊടുക്കണം. പക്ഷെ നിങ്ങൾ മലയാളം കുനി നിവർന്നില്ലല്ലോ. എടാ ചന്തു, നീ ഭക്ഷണം കഴിച്ചാ? ഇല്ല, ഞാൻ കഴിച്ചില്ല. നാണും ഒന്നും കളിച്ചില്ല. ചുമ്മയാണ്. ആരെങ്കിലും മേടിച്ചു കൊടുക്കണം പൊറോട്ടയും ബീഫൊക്കെ തിന്നിട്ട് വന്നിട്ട് ഞാൻ ഒന്നും കഴിച്ചുള്ള സൈസി കഴിച്ചില്ല. പിങ്കി ചുമ്മാരി. അപ്പോ ഞാനേ അവളെ വിളിക്കാം. മണി, മണിയേ. ചേച്ചി, ആന്റി, ആന്റി, ചേച്ചി വിളിച്ചു. എടി, ഇതേ നമ്മുടെ മുകിലിന്റെ അച്ഛനാണ്. അപ്പൊ നീ എപ്പോഴും പറയില്ലേ ഇവിടെ ചെടിയൊക്കെ നോക്കാനായിട്ട് ഒരാളെ വേണമെന്ന്, വെള്ളം നനയ്ക്കാനൊക്കെ. അപ്പൊ പുള്ളി ഇതിനു വേണ്ടി മുകിൽ കൊണ്ടുവന്നതാണ്. പൈസ അത് നോക്കാം. സാലറി എന്താന്ന് ചോദിച്ചാ നോക്കാം. അണ്ണാ പേടിപ്പിച്ചോളഞ്ഞല്ലോ. ആരാ സാർ ഇത്? അടുത്ത വീട്ടിലെ കുട്ടികളാണ്. നാം വിചാരിച്ചു ഇത് ഇവിടത്തെയാണെന്ന്. എല്ലാം ഇവിടത്തെ കുട്ടികൾ തന്നെ, പക്ഷെ ഉയർന്നു പോയി അല്ലേ ബേട്ടാ? കുസൃതികളാ. പറയാം. നീയേ ഇവിടെ എല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കാം. ഞാൻ കാണിക്കാം. ഉരുളയ്ക്ക് പേര്